പോൾ മാസ്റ്ററിലേക്ക് ഒരു പാർട്ടി ഹെഡ് എങ്ങനെയാണ് ലോഗിൻ ചെയ്യുക, അവർക്ക് എന്തൊക്കെ ഓപ്ഷനാണ് ഇതിൻ്റെ അകത്തുള്ളത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ പോൾ മാസ്റ്ററിൻ്റെ വെബ്സൈറ്റിലേക്ക് സന്ദർശിച്ചതിന് ശേഷം ലോഗിൻ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ലോഗിൻ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്, നിങ്ങൾക്ക് ഗൂഗിൾ അക്കൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ സൈൻ വിത്ത് ഗൂഗിൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്ത ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം സൈൻ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. സൈൻ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ക്രീനിലേക്കാണ് വരിക. ഈ സ്ക്രീനിലുള്ള മെയിനായിട്ടുള്ള ഫസ്റ്റ് തന്നെ കാണിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് എത്ര കാൻഡിഡേറ്റ് നിങ്ങൾക്കടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ എത്ര ലീഡേഴ്സ്, ആ കാൻഡിഡേറ്റിൻ്റെ കീഴിൽ എത്ര ലീഡേഴ്സിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ബൂത്ത് ഏജൻറ്റുമാർ എത്ര എണ്ണം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതുപോലെ നമുക്ക് ടോട്ടൽ നമ്മളുടെ ലീഡേഴ്സ് എടുത്ത സർവേയുടെ റിസൾട്ടുകളും നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു സ്ഥാനാർത്ഥിയെ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിലുള്ള 3 ഡോട്ട് പ്രസ് ചെയ്തതിന് ശേഷം കാൻഡിഡേറ്റ് ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആഡ് ന്യൂ കാൻഡിഡേറ്റ് കൊടുക്കുക. ആഡ് ന്യൂ കാൻഡിഡേറ്റ് കൊടുത്ത് കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോ, ലോഗോ, ചിഹ്നം എല്ലാം ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്ത് അവരുടെ ഡിസ്ട്രിക്റ്റ് ഏതാണ്, ഏത് ടൈപ്പ് ഓഫ് എലക്ഷൻ ആണ് എന്നുള്ളത്, ഏത് ടൈപ്പ് കാൻഡിഡേറ്റ് ആണ്, അതായത് പഞ്ചായത്ത് കാൻഡിഡേറ്റ് ആണോ, വാർഡ് മെമ്പറായിട്ടാണോ, കൗൺസിലറായിട്ടാണോ, ജില്ലാ പഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ ഏതിലേക്കാണ് മത്സരിക്കുന്നത് ആ സ്ഥാനാർത്ഥി എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായി മാർക്ക് ചെയ്തതിന് ശേഷം രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക.